ഏയ് മീര, നീ ആരെയായി കാത്തു നിൽക്കുന്നേ? ഞാൻ നിന്നെ എവിടെയെല്ലാം തിരക്കി. ആഹാ, അപ്പൊ നീ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലേ? ഇല്ല. എന്നാ വാ. ആഹാ, നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണുക? എന്താ മീര നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി. ഞാൻ നിന്നെ ഇന്നോ ഇന്നലെയോ കണ്ടു തുടങ്ങിയതല്ലോ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പഠിക്കുന്ന സമയത്ത് വേണ്ടാത്തതൊന്നും തലക്കേറ്റി വെക്കണ്ട. മര്യാദയ്ക്ക് ആ കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സാവാൻ നോക്ക്. ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചതാ മായേച്ചി. ഒടേന്റെ മുന്നിൽ തന്നെ വേണോ മോളെ ഈ മായം പറയല്? അയ്യോ, ഈ മായേച്ചി കൊണ്ട് തോറ്റു. വെറുതെ ഇരുന്ന് ആലോചിക്കാനും പാടില്ലേ? ഇത് നല്ല പുകില്. എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറയടി. രസമുള്ളതാണെങ്കിൽ എനിക്കും കേൾക്കാലോ. രസമൊക്കെ മായേച്ചിക്കല്ലേ ഉള്ളത്. ഓ, എനിക്കെന്ത് രസം. രാജേട്ടൻ അക്കരയും ഞാൻ ഇക്കരെ ഇരുന്ന് എന്ത് രസിക്കാൻ. ഞാൻ വെറുതെ പറഞ്ഞതാ. അതിരിക്കട്ടെ, രാജേട്ടന്റെ കോള് കിട്ടിയോ? ഇല്ലെന്നേ, അരമണിക്കൂർ ഓഫീസിൽ കുത്തിയിരുന്നത് മിച്ചം. എന്തായാലും വിളിക്കാതിരിക്കില്ല. ദിവസത്തിൽ ഒരു വിളി ഉറപ്പ്. കഴിഞ്ഞ 3-4 മാസമായിട്ട് ഞാൻ കാണുന്നല്ലേ. ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന രാജേട്ടൻ പറയുന്നേ. അതുകൊണ്ട് അടുത്ത ആഴ്ച എനിക്കൊരു മൊബൈൽ ഫോൺ കൊടുത്തയക്കാന്ന് പറഞ്ഞിരിക്കാ പുള്ളി. ആളടുത്തില്ലെങ്കിലും ആ ശബ്ദമെങ്കിലും ഇടയ്ക്ക് കേൾക്കാലോ. അപ്പൊ ഇനി മായേച്ചിക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും രാജേട്ടനായിട്ട് സൊല്ലാലോ. നീ വെറുതെ കളിയാക്കൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞ 3 മാസം പോലും തികയുന്നതിന് മുമ്പ് കണവനെ പിരിഞ്ഞിരിക്കുന്നതിലുള്ള ദുഃഖം നീ ഒരു കല്യാണം കഴിച്ചാലേ മനസ്സിലാവൂ. മായ, നിനക്കൊരു ഫോണുണ്ട്. ഫോണോ? രാജേട്ടന്റെ ഫോണായിരിക്കും.